ഇന്ന് നമുക്കൊരു പടം കാണാൻ പോവാം. ഏത് പടത്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുമ്പോൾ എനിക്കറിയത്തില്ല ഏത് പടത്തിനാണ് പോകുന്നതെന്നുള്ളത്. ഞാൻ ആദ്യമേ പോയത് ചേച്ചിയുടെ അങ്ങോട്ടേക്കാട്ടോ. ചേട്ടായിയാണ് അവസാനം ഒരുങ്ങി ഇറങ്ങിയത്. ഞങ്ങൾ ബാക്കി എല്ലാവരും ഒരുങ്ങി റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി ഇറങ്ങി വരുന്നത്. ഞങ്ങൾ മൊത്തം ഒരു 5 പേരുണ്ടായി. ഞങ്ങൾ 3 വണ്ടിയിലാട്ടോ അവിടെ പോകുന്നത്. നമ്മൾ കൊട്ടിയത്തുള്ള മാളിലാണ് പോകുന്നത്. നമ്മളവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അന്നേരം പോയപ്പോൾ നല്ല ട്രാഫിക്കും കാര്യങ്ങളും പണിയൊക്കെ നടക്കുന്നത് നല്ല ട്രാഫിക്കായിരുന്നു. കൊട്ടിയെത്തിയപ്പോഴത്തേക്കിന് എങ്ങനെയൊക്കെയോ നമ്മൾ അവിടെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് തിയേറ്റർ എവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അറിയത്തില്ലായിരുന്നു. നമ്മൾ കുറേ തപ്പി കേട്ടോ. കുറേ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എവിടെ എഴുതിയൊന്നും വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇതായി കേട്ടോ. ഇവിടെ അതിനകത്തൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ പിന്നെ മിക്ക ഷോപ്പ് ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറേ നടന്നിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ കാണാൻ പോകുന്ന പടം രേഖാചിത്രം കേട്ടോ. കാരണം നമുക്ക് 2 ഇതുണ്ടായിരുന്നു കേട്ടോ. കാരണം ചേട്ടായി രേഖാചിത്രം മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടായിക്ക് വേറൊരു മൂവി കാണുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ബാക്കി 4 പേരും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ആ തർക്കത്തിന് ഒടുവിൽ നമ്മൾ രേഖാചിത്രം തന്നെ കാണാമെന്ന് കരുതി കേട്ടോ. ചേട്ടായി 2ാമത്തെ വട്ടമാണ് മൂവി കാണുന്നത്. നമ്മളങ്ങനെ ആദ്യമേ തന്നെ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പോപ്കോണും മേടിച്ച് നമ്മൾ മൂവി കാണാൻ വേണ്ടി പോയിട്ടോ. അവിടെ ചിലപ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഒക്കെ ബാക്കിലോട്ട് 2-3 പേര് ഇരിപ്പുണ്ട്. പിന്നെ ആൾക്കാർ വന്നു കേട്ടോ. തുടങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തെ കേട്ടോ പോയിരുന്നപ്പോൾ നമ്മൾ പോപ്കോൺ തിന്നാൻ തുടങ്ങി കേട്ടോ. തീറ്റയായിരുന്നു മുഖ്യം. സിനിമ കാട്ടിക്കാണ് സിനിമ തുടങ്ങുന്നത് നമ്മൾ തീറ്റ തുടങ്ങി കേട്ടോ. അങ്ങനെ ഫുഡ് അടി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മൂവി തുടങ്ങി കേട്ടോ. അതിന് ചേട്ടാ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ബാക്കി എന്താണെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് പ്ലാസ്റ്റർ പിടിച്ച് ഒട്ടിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാക്കിയായിരുന്നു കേട്ടോ. ചേട്ടാ ഇത് കണ്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല പടമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. കാരണം എനിക്ക് പ്രശ്നം ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ. പക്ഷേ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ. നല്ല ഇതായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇൻ്റർവ്യൂലായപ്പോൾ പിന്നെ എല്ലാവരും ഫോണിൽ കുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം പിന്നെ ഈ സ്റ്റാറ്റസ് ഇടണമല്ലോ അതിൻ്റെ ഇതൊക്കെ ആയിട്ട്. അങ്ങനെ മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ലുലു മാളിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെ ഇങ്ങോട്ടാണ്. നമ്മൾ കൊല്ലത്ത് ആദ്യത്തെ ആണല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോവാം എന്താണെന്നൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ പോയത്. നമ്മളൊന്നും മേടിക്കേണ്ടെന്ന് വിരുതി പോയവരാണ്. പക്ഷേ അവിടെ ചെന്നത് നമ്മൾ എന്താണെന്നൊക്കെയുള്ള നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുക. കാരണം ഈ വീഡിയോയിൽ എല്ലാം കൂടി കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ചെന്ന് കയറുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു നിര ശേഖരം തന്നെയായിരുന്നു കേട്ടോ. അന്നേരം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് കാണിച്ചു തരാം.